സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ നാശമില്ലാത്ത ചിന്തകൾ, നാശമില്ലാത്ത വീക്ഷണങ്ങൾ, നാശമില്ലാത്ത വിലയിരുത്തലുകൾ, അങ്ങനെയുള്ള വിലയിരുത്തലുകൾ, ആ വിലയിരുത്തലുകളുടെ പ്രസക്തി ഇന്നേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ നിരവധി സംഘർഷങ്ങളുടെ ഇടയിലാണ്. നിരവധി സംഘർഷങ്ങൾ. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടന്ന സംഘർഷം, ആ സംഘർഷത്തിൽ രണ്ടു പക്ഷത്തുള്ള ആളുകൾ ഒരേ മതത്തിൽപ്പെടുന്ന ആളുകളാണ്. ഒരേ മതത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലാണ് സംഘർഷം. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഒരേ മതത്തിൽപ്പെടുന്ന ആളുകളാണ്. ആ മതത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലാണ് സംഘർഷം. അതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷം മാത്രമല്ല ലോകത്ത് നടക്കുന്നത്. മതങ്ങൾക്ക് തമ്മിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരേ മതത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള സംഘർഷം ഉൾപ്പെടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗുരുദേവന്റെ ചിന്ത, ആ ചിന്ത ലോകം മുഴുവൻ സുഖം ഭവിക്കട്ടെ, ലോകം മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ, ലോകം മുഴുവൻ എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കി ജീവിക്കട്ടെ, ആർക്കും ഒരു തരത്തിനെയും ഉണ്ടാക്കാത്തവരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ, ഒരു പീഡയെറുവിനും വരുത്തരുത് എന്നുള്ള ആഹ്വാനം, ആ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഗുരുദേവൻ നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചത്.